ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ വർഷത്തെ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വർഷത്തെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലായി പോയി. അച്ഛൻ അഡ്മിറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ. പായസമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് രോഗിയായ അച്ഛനെ തിരയുമ്പോഴേക്കും അച്ഛനെ കാണാനില്ല. അങ്ങനെ അച്ഛനെ തിരഞ്ഞു പോയി നോക്കുമ്പോഴേക്കും ഇതാ പോണ അച്ഛനൊക്കെ ആണെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്തിട്ട് അമ്മനെ നോക്കുമ്പോഴേക്കും അമ്മനെയും കാണാനില്ല. അങ്ങനെ തിരഞ്ഞത് അമ്മനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മൻ്റെ അടുത്ത് ഫുഡൊക്കെ വിളമ്പിത്തരാൻ വേണ്ടി പറയാണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചാലും ശരി, ഇനിയിപ്പോൾ വീട്ടിലുണ്ടാക്കിയാണെങ്കിൽ ശരി, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ട് തന്നാണെങ്കിലും ശരി, അമ്മ വിളമ്പിത്തരുന്നത് കഴിക്കാൻ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പൊറോട്ടയും അതുപോലെ തന്നെ പെപ്പർ ചിക്കനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കുമ്പോഴേക്കും തൊട്ട അടുത്ത വീട്ടിലുള്ളവർ വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് അവർ വീട്ടിലുണ്ടാക്കിയ സദ്യ നമുക്കും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ളവരുമായിട്ട് നമ്മൾ ഫുഡ് അങ്ങോട്ട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അവരവിടെ നിങ്ങളുടെ ഷെയർ ചെയ്യും. പിന്നെ അവിടെ ജാതിയില്ല, മതമില്ല, പണക്കാരനില്ല, പാവങ്ങളില്ല. അവിടെ ഒരേ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അത് സ്നേഹബന്ധം തന്നെ ആയിരിക്കും കേട്ടോ. അത് അനുഭവിച്ചവർക്ക് അറിയാം എത്രമാത്രമാണെന്നുള്ളത്. അങ്ങനെ ആൾക്ക് ഫോട്ടോ എടുക്കണമെന്നും വീഡിയോ എടുക്കണമെന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കണപ്പോൾ അച്ഛനൊക്കെ ചെറിയ വന്നിട്ട് അച്ഛനെ നിന്ന് ചെറുക്കിട്ട് കേട്ടോ. അങ്ങനെ ആൾക്ക് വേണ്ടത് ആളെടുത്ത് നേരത്തെ അപ്പുറത്ത് പോയിരുന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കുള്ള ഫുഡും അമ്മ പ്ലേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ തൊട്ടപ്പുറത്തെ ഒരു തന്നത് തന്നെയാണ് ഈ ഒരു പായസവും. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പായസം ഉണ്ടാ, നല്ല അടിപൊളി ചെറുപയർ പായസമാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അപ്പുറത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോഴും അച്ഛനക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. ആള് ക്യാമറയ്ക്കൊന്നും നോക്കുന്നില്ല കേട്ടോ. നീ എന്തോ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ആളവിടെ ഇരിക്കണത്. അങ്ങനെ ഞാനിങ്ങനെ ഫുഡ് എടുത്തിട്ട് ഇങ്ങനെ തേരപ്പാരാ നടന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കല്ലെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു ഭാഗത്തിരുന്ന് കഴിക്കുന്ന ശീലമില്ല. എനിക്കിങ്ങനെ നടന്നിട്ടും അതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ടൊക്കെ കഴിക്കണതാണ് എനിക്കിഷ്ടം. അങ്ങനെ അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനക്കും അമ്മയ്ക്കും കറക്റ്റായിട്ട് ഫുഡ് മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ഫുഡ് തന്നപ്പോൾ ഇനിയിപ്പോൾ അത് ബാക്കിയാണ്ടാവാണ്ട് അമ്മ എന്നെ കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ നേരെ വന്നു. അങ്ങനെ അമ്മൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ കയ്യും പൊക്കിയിട്ട് സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അച്ഛനെ വിടാൻ പാടില്ലല്ലോ പറഞ്ഞു. നേരെ അച്ഛൻ്റെ അടുത്തേക്ക് നോക്കുമ്പോഴേക്കും എന്താണ് അപ്പോൾ സംഭവം പറഞ്ഞാൽ അച്ഛനത് തുറച്ച് നോക്കണം. അങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട് നോക്കിയപ്പോൾ ആളും പറഞ്ഞു സൂപ്പറായിട്ടുണ്ടത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും വീട്ടിൽ കീരിയും പോകുമ്പോയിട്ട് നടക്കണ അച്ഛനും അമ്മയും തൊട്ടടുത്തിരുന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. അത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നി. അങ്ങനെ ഫുഡും കഴിച്ച് കൈയും കഴിയിടുന്നത് ഞാനിപ്പോൾ വരാന്തി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.